നമസ്കാരം, ഞാൻ ദിനേശ് സൂപർണിക. ഇന്ന് ചെണ്ടുമല്ലിയുടെ ഒരു പുതിയ ഘട്ടമാണ് കേട്ടോ. നമ്മൾ എന്തിനാ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് പറയണ വെച്ചാൽ, ഇത് ആളുകൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത വർഷം മുതൽ സ്വന്തം ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ആ ഒരു അറിവ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ബ്ലോക്ക് അല്ലെങ്കിൽ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞത് തന്നെ. അപ്പോൾ ഇന്ന് ജൂലൈ 21, നമ്മൾ നടുന്ന ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജൂൺ 11 മുതലുള്ള ഡേറ്റാണ്. ജൂൺ 11 ഒരു ഡേറ്റ് പറഞ്ഞെങ്കിലും ഒരു 4 ദിവസം മുന്നെയോ ഒരു 5 ദിവസമോ 4-5 ദിവസം ശേഷമോ നടാമെന്ന് പറഞ്ഞു. അത് ജൂൺ 20 വരെ നട്ടവർക്ക് വലിയ കുഴപ്പമില്ലാതെ ഈ 2 സ്റ്റേജും കവർ ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ആളുകൾ ജൂൺ 30 നട്ട ആളുകളുണ്ട്, ജൂലൈ 1 നട്ട ആളുകളുണ്ട്, ജൂലൈ 10 നട്ട ആളുകളുണ്ട്, പല ഘട്ടത്തിലുള്ള ആളുകൾ. ഏത് ഘട്ടത്തിലുള്ള ആളുകൾ പോകുമ്പോഴും ഞാൻ അവരോട് പറഞ്ഞത് തൈ നട്ടാൽ ആദ്യത്തെ 10 ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തലമുറിക്കലാണ് അടുത്തൊരു ഘട്ടം ഉണ്ടായിരുന്നത്. ഈ തലമുറിക്കൽ നമ്മൾ ജൂൺ 11 നട്ട ആൾക്ക് 2 തവണ തലമുറിക്കാം, ജൂൺ 15 വരെ നട്ടവർക്ക് 2 തവണ മുറിക്കാം, അതിനുശേഷം നട്ട ആളുകൾക്ക് 1 തവണ മുറിക്കാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ജൂലൈ 1 വെച്ചിട്ട് ആളുകൾ തലമുറിക്കട്ടെ എന്ന് ചോദിച്ചാൽ, നമുക്ക് പൂ ഉണ്ടാവണേൻ്റെ ഒരു ടൈം ഓണാണ്. ആ ഓണം എന്തായാലും ആ ഒരു പ്രത്യേക ഡേറ്റ് തന്നെയല്ലോ, അതിൻ്റെ അപ്പുറത്തേക്ക് മാറ്റി വെക്കുന്ന തീയതിയല്ലല്ലോ പൂ പൊട്ടിക്കൽ. അപ്പോൾ നമുക്ക് അത്തത്തിന് പൂ പൊട്ടിക്കണമെങ്കിൽ നേരത്തെ നട്ട ആളുകളും വൈകി നട്ട ആളുകളും കറക്റ്റ് സ്റ്റേജിൽ നട്ട ആളുകളും എല്ലാവരും ഒരേ സമയത്ത് തന്നെ ഒരേ രീതിയിലുള്ള പ്രവർത്തനം കൊടുക്കണം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എല്ലാവരും ഒരേ രീതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നട്ടിട്ട് ജൂലൈ 21 വരുന്ന സമയത്ത് അതിൻ്റെ തലപ്പൊന്ന് മടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവരെ നൈട്രജൻ ഫോസ്ഫേറ്റ് വളങ്ങൾ കൃത്യമായി നൽകണം. അത് അടുത്തടുത്ത ദിവസങ്ങളിൽ നൽകണം എന്ന് ഞാൻ പറഞ്ഞത് കുറഞ്ഞ അളവാണ്. നിങ്ങൾ കൃത്യമായ അളവിൽ കൊടുക്കുന്ന ആളുകളാണെങ്കിൽ അത് കുറേ ഇടവേളകളിൽ കൊടുത്താലും മതി. അപ്പോൾ കൃത്യമായി അങ്ങനെ കൊടുത്തു, പരിചരിച്ചു, അസുഖങ്ങൾക്കുള്ള മരുന്ന് കൊടുത്തു, ഒക്കെ ക്ലിയർ ആയിട്ട് നമ്മളിപ്പോൾ ജൂലൈ 21 എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ ചെടിയുടെ സ്റ്റേജ് കാണിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരാം. ഇത് നിങ്ങളെ കാണിക്കാൻ വെച്ച സാമ്പിൾ ചെടിയാണ് കേട്ടോ. കുറച്ച് സാമ്പിൾ ചെടി പ്രാവശ്യം നമ്മൾ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റിയില്ല, നമ്മളെ സുഹൃത്തുക്കളായിട്ട് പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സാമ്പിൾ ചെടി, അതിൻ്റെ ഇത് കാണിച്ചു തരാം. ഇങ്ങനെ ഇതിൻ്റെ തലഭാഗം മടങ്ങുക എന്ന് പറയും, കാണുന്നുണ്ടാവും തോന്നുന്നു. അറ്റത്തെ ഇലകൾ ചെറുതായി വരും, ഇതിനെയാണ് തല മടങ്ങുക എന്ന് പറയുക. അപ്പോൾ ഇതിലൊക്കെ കാണാൻ പറ്റും ഒരു ചേഞ്ച്, അറ്റത്തേക്ക് എത്തുന്ന ഒരു ചെടികൾ നിങ്ങളെ ചെടിയിലും ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. ഇങ്ങനെ കാണുന്ന ചെടികൾ നമ്മളുടെ പറയുന്ന ആ സ്റ്റേജിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. തലമടങ്ങുക എന്ന് പറഞ്ഞാൽ അറ്റത്തെ ഇലകൾ കുറച്ച് ചെറുതായി വന്നിട്ട് ഒരു മുരടിപ്പ് പോലെ എൻഡിൽ. പക്ഷെ ഇലകൾക്കൊന്നും യാതൊരു കേടുവിട്ട് ഇലയൊക്കെ നല്ല പടർന്ന് നിൽക്കുകയാണ്. നമുക്കിവിടെ കാര്യമായ കീടനിയന്ത്രണമൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഒന്ന് പാലക്കാട് ചൂടുള്ളത് കൊണ്ടും പിന്നെ നല്ല കാറ്റുള്ളത് കൊണ്ടും വലിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഒരു മരുന്നും ഒറ്റ തവണ സാഫ് എനിക്ക് നല്ല മഴ സമയത്ത് ഒരു തവണ അടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മളെ ചെടിയുടെ ഒരു സ്റ്റേജ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മളെ ചെടിയുടെ സ്റ്റേജ്? നിങ്ങൾക്കും ഈ സ്റ്റേജ് ഈ സമയത്താണ് വരേണ്ടത്. അപ്പോൾ ഇതിൽ കുറേ ആളുകൾക്ക് ഒരാഴ്ച മുന്നേ ഈ അവസ്ഥ വന്നിട്ടുണ്ട്, മൊട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ചെടികൾക്ക് മൊട്ട് വന്നിട്ടില്ല. അതിൻ്റെ തല മടങ്ങ് അല്ലെങ്കിൽ കൂമ്പടഞ്ഞു വരിക എന്ന് പറയുന്ന മൊട്ട് വരാനുള്ള ഒരു ലക്ഷണത്തിലാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇന്ന് ജൂലൈ 21. ഈ ജൂലൈ 21 നിന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇനി നിങ്ങൾ കൊടുക്കേണ്ട വളങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുക കേട്ടോ. നിങ്ങൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടപെട്ട ദിവസങ്ങളിൽ കൊടുക്കാം. എല്ലാവർക്കും, നേരത്തെ നട്ട ആളുകൾക്കും വൈകി നട്ട ആളുകൾക്കും അത്തത്തിന് പൂ പൊട്ടിക്കണം എന്നുള്ള ആളുകൾക്കാണ് ഞാൻ ഈ പറയുന്ന കാര്യം കേട്ടോ. ഇപ്പൊ പറയുന്നത് അത്തത്തിന് നിങ്ങൾക്ക് പൂ പൊട്ടിക്കണം, അത്തത്തിന്റെ തലേ ദിവസം അല്ലെങ്കിൽ അത്തത്തിന്റെ അന്ന് പൂ പൊട്ടിക്കണം എന്നുള്ള ആളുകൾ. ചില ആളുകളുണ്ടാവും തിരുവോണത്തിന്റെ അന്നേക്ക് മതി, ആ ആളുകൾക്ക് വേറെ ഒരു രീതിയിൽ നമുക്ക് പോവാം. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അത്തത്തിന് കൃത്യസമയത്ത് പൂ പൊട്ടിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിലൊന്നും മാറ്റം വരുത്തണ്ട. നിങ്ങൾ അതേപോലെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുത്തോളൂ. ഇനി നിങ്ങളുടെ കടക്കിൽ വളം കുറേ ദിവസം മുന്നേ ഫാക്ടംബോസും പൊട്ടാഷും കൂടിയിട്ട് ഒരു 1/2 സ്പൂൺ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ 21-ാം തീയതിക്ക് ശേഷം നിങ്ങൾ തല മടങ്ങി തുടങ്ങി എന്ന് കണ്ടാൽ, കൂമ്പ് മടങ്ങി തുടങ്ങി എന്ന് കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും 1/2 സ്പൂണ് പൊട്ടാഷ്
ഫാക്ടംബോസിൽ മിക്സ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, പിന്നെ പകുതി പൊട്ടാഷും പകുതി ഫാക്ടംബോസ് എന്നുള്ള അളവിൽ എടുക്കാം, അല്ലെങ്കിൽ DAP എടുക്കാം, അല്ലെങ്കിൽ ഫാക്ടംബോസ് മാത്രമായാലും കുഴപ്പമില്ല. ഒക്കെ മിക്സ് ചെയ്തിട്ട് എത്രയാണോ വേണ്ടത് അത്ര മിക്സ് ചെയ്യുക. അതായത് ഒരു ചെടിക്ക് 1/2 സ്പൂൺ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പിന്നെ 2 കിലോ ഫാക്ടംബോസും ഒരു കിലോ അല്ലെങ്കിൽ 2 കിലോ പിന്നെ പൊട്ടാഷ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ചെടികൾക്ക് 100-500 ചെടികൾക്ക് ഇടാനുള്ളത് ഉണ്ടായിരിക്കും. അത്ര കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഇപ്പം നമ്മൾ കൊടുക്കേണ്ടത് വളരെ കുറഞ്ഞ അളവിൽ പൊട്ടാഷാണ്. ഫാക്ടംബോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഫാക്ടംബോസ് മിക്സ് ചെയ്താലും കുഴപ്പമില്ല, DAP കൂട്ടിയാലും കുഴപ്പമില്ല, ഇതൊന്നുമില്ല. പൊട്ടാഷ് അതിൽ വേണം. 1/2 സ്പൂണ് പൊട്ടാഷ് 22-ാം തീയതി നിങ്ങളുടെ ചെടിയുടെ കടക്കിലെത്തണം. 22 തന്നെ, 22, 23 ആയാലും കുഴപ്പമില്ല കേട്ടോ. 22-ാം തീയതി നിങ്ങളെ ചെടി പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഇടുക. 21, 22 തീയതികളിൽ കുറച്ച് പൊട്ടാഷ് ചെടിയുടെ കടക്കിൽ നിന്നും 15 സെൻറ്റിമീറ്റർ അകലത്തിൽ പൊടിയായിട്ടുള്ള പൊട്ടാഷ് കിട്ടുന്ന, തരിയായിട്ട് കിട്ടുന്ന പൊട്ടാഷ് ഇട്ട് കൊടുക്കുക. നനച്ചതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കുക. ഒരു വട്ടം വരച്ചിട്ട് അതിൽ ഇട്ട് കൊടുത്താൽ മതി. പൊട്ടാഷ് നിർബന്ധമായിട്ടും 21, 22 തീയതികളിൽ ഇടണം. ഇനി നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, കടലപ്പിണ്ണാക്ക് കൊടുക്കുക, അങ്ങനെ കൊടുത്തോളൂ. 13, 27, 27 എന്ന് പറഞ്ഞപ്പം എൻ്റെ റൂമിലാണ് ഇരിക്കുന്നത്. ഒരു 30-10 ഇല്ലേ, അതിൻ്റെ അതേ കമ്പനിയുടെ തന്നെ 13, 27, 27 എന്ന് പറയുന്ന ഒരു രാസവളം മിക്സ് ചെയ്ത് NPK വിത്ത് മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മാക്രോ ന്യൂട്രിയൻസ് എല്ലാം കൂടിയിട്ടുള്ള സാധനം എന്ന് പറയാം. ഇത് കൂടിയിട്ടുള്ള 13, 27, 27 ലാസ്റ്റ് സംഖ്യ 27 ആണ്. പൊട്ടാഷ് കൂടിയതാണ്. അത് നിങ്ങൾ എടുക്കുക. അതെടുത്തിട്ട് 1 സ്പൂണ്, അതിൽ പറയുന്നത് ചിലപ്പോൾ 5 ആവാം, ചിലപ്പോൾ 10 ആവാം, ആവശ്യത്തിന് എടുക്കുക. 1/2 സ്പൂൺ ആണെങ്കിൽ 5 ലിറ്ററിലേക്ക് ആവശ്യത്തിന് കലക്കുക. കലക്കിയിട്ട് രാവിലെ സമയത്ത് നിങ്ങളുടെ ചെടികളുടെ മേലെ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തെ ഗ്യാപ്പിൽ ഇങ്ങനെ കൊടുക്കുക. കാരണം നമുക്ക് ഈ ഇല ചുരുണ്ട് കഴിഞ്ഞാൽ നമുക്കറിയാം മുട്ട് വരാനുള്ളത്. ഒരു 3 ദിവസത്തെ ഗ്യാപ്പിൽ 13, 27, 27 സ്പ്രേ ചെയ്യുക. ലൈറ്റായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ചെയ്യുക രാവിലെ സമയത്ത്. ഇത് 13, 27, 27 കിട്ടാത്ത ആളുകൾ 19, 19, 19 സ്പ്രേ ചെയ്യുക. അതല്ലാതെ ഇനി വേറൊരു വളത്തിലേക്ക് ചോദിക്കരുത്. നിങ്ങൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക കേട്ടോ. 13, 27, 27 ആണ് ഏറ്റവും എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. 19, 19, 19 കുഴപ്പമില്ല, അതും വേണമെങ്കിൽ ചെയ്തു. ഇതിൽ ഏതെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സീവീഡ് എക്സ്ട്രാക്ട് ജെല്ലിൻ്റെ പ്രയോഗമൊക്കെ പറ്റുമെങ്കിൽ ഇടയിൽ ചെയ്തോളൂ. അപ്പോൾ 21-ാം തീയതിക്കുള്ള വളം ഒന്നുകൂടി പറയാം. 21-ാം തീയതിക്ക് നിങ്ങൾ ചെയ്യേണ്ടത്, കടലപ്പിണ്ണാക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് പൊട്ടാഷ് നിങ്ങളുടെ ചെടിയുടെ കടക്കിലെത്തണം. അത് നിർബന്ധമായിട്ടും അകലത്തിൽ ഇട്ട് കൊടുക്കുക. പിന്നെ 13, 27, 27 സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് സ്പ്രേ ചെയ്യണവർക്ക് ചെയ്യാം. 3 ദിവസം കഴിഞ്ഞാൽ ഒരു തവണ കൂടി സ്പ്രേ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യത്തെ 3 ദിവസത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇന്ന് 21-ാം തീയതി അടിച്ചാൽ 22, 23, 24, 25-ാം തീയതി ഒരു തവണയും കൂടി സ്പ്രേ ചെയ്യുക. 25-ാം തീയതി അടുത്ത വീഡിയോ വരും. ഇപ്പോൾ ഈ മുട്ട് മടങ്ങിയ ആളുകൾക്കും തല മടങ്ങിയ ആളുകൾക്കും പൂവുണ്ടാവാനും ഇനി അടുത്ത സ്റ്റേജ് പൂവുണ്ടാവലിൻ്റെ സ്റ്റേജാണ്. ഇപ്പോഴും ഞാൻ മുട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, മുട്ട് വന്ന കാര്യമേ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും മുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ മുട്ടിൻ്റെ ചെനപ്പടക്കം മുറിച്ച് കളയുക. മുട്ട് മുറിച്ച് കളഞ്ഞാലും മതി, അല്ലെങ്കിൽ ചെനപ്പ് മുറിച്ച് കളഞ്ഞാലും മതി കേട്ടോ. മുട്ടിൻ്റെ കാര്യം ഞാൻ ഒന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ തിരക്ക് കൂട്ടിയിട്ട് എന്ന് പൂവുണ്ടാവുമെന്ന് ചോദിക്കേണ്ട. നിങ്ങളുടെ മുട്ട് വരാനുള്ള സമയം ആയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മുട്ട് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ മുട്ടും അതിൻ്റെ ചെനപ്പുകളും കൂടിയിട്ട് മുറിച്ച് കളയുക. പിന്നെ ഈ വളങ്ങൾ അടുത്ത് ഈ മുട്ട് വന്ന ആളുകൾ പൊട്ടാഷ് ഇടരുത്. ഇപ്പോൾ മുട്ട് വന്ന ആളുകൾ ഈ ഫസ്റ്റ് ഞാൻ നാളെ അല്ലെങ്കിൽ ഇന്ന് ഇടാൻ പറഞ്ഞ പൊട്ടാഷ് ഇടണ്ട. 13, 27, 27 ഈ ഫസ്റ്റ് ഡേയിൽ അടിക്കണ്ട. ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഇനി നമ്മൾ പോകുന്നത് ഏകദേശം 25-ാം തീയതിയിലേക്കാണ്. ഇന്ന് 21ആണ്. 4 ദിവസം കഴിഞ്ഞുള്ള ദിവസം 25-ാം തീയതിയിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. 25-ാം തീയതി നമുക്ക് മുട്ട് വന്ന് തുടങ്ങണം. ഏത് സ്റ്റേജിലുള്ള ആളുകൾക്ക്? നമ്മൾ പറഞ്ഞ കറക്റ്റ് ഡേറ്റിന് നട്ടു പോകുന്ന ഇതുവരെ മുട്ട് വരാത്ത ആളുകൾക്ക് 25-ാം തീയതി നിങ്ങൾ രാവിലെ നോക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ മുട്ടുകൾ, ചെറിയ മുട്ടുകൾ ഇങ്ങനെ കാണുന്നത് നിങ്ങൾക്ക് മെല്ലെ വിടർത്തി നോക്കിയാലും അറിയാം. ചെറിയ മുട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങും. ആ അവസ്ഥയാണ് 25-ാം തീയതിയിലേക്ക്. അപ്പോൾ ഇനി പറയുന്നത് 25-ാം തീയതിത്തെ കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ 25-ാം തീയതി വരെ എങ്ങനെ പോവുക? 25-ാം തീയതിയാണ് നമുക്ക് ഫസ്റ്റ് മുട്ട് കാണേണ്ടത്. ഇപ്പം മുട്ട് കണ്ട ആളുകളൊക്കെ വേഗത്തിൽ പൂ വിരിയും. അതുകൊണ്ട് നമുക്ക് 25-ാം തീയതി മുട്ട് കണ്ടാൽ മതി. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതുവരെയുള്ള മുട്ടൊക്കെ ഇങ്ങനെ ചിപ്പ് ചെയ്ത് കളയുക. 24-ാം തീയതി നിങ്ങൾ നോക്കുമ്പോൾ
ചെറിയ മുട്ട് ഉണ്ടെങ്കിൽ നിർത്താം. അപ്പൊ 25-ാം തീയതി മുട്ട് കണ്ടു എന്ന് പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള വീണ്ടും സ്റ്റേജ് മാറുന്നുണ്ട്, അതൊക്കെ കൃത്യമായി പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളുടെ ചെടികളൊക്കെ നന്നായി പരിചരിക്കുക, നല്ല വിളവ് കിട്ടട്ടെ, അസുഖങ്ങൾക്കുള്ള കീടനിയന്ത്രണ മാർഗങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക, നല്ല വളങ്ങൾ കൊടുക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ട് നല്ലൊരു ഓണക്കാലം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.